സാധാരണ പോലെ ഗുരു പരമ്പരയും ഗുരു കാരണവന്മാരെയും മാതാപിതാക്കളെയും കുലദേവതയും സ്മരിച്ചുകൊണ്ട് അതിനു മുമ്പിൽ നമസ്കരിച്ചു പ്രവേശിക്കാം. നാമം ജപിച്ചുകൊണ്ട് ആരംഭിക്കാം. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഓം നമഃ ശിവായ. 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 വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ആനന്ദമാനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രമീഢ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം ഭജാമി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ഡമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കേ എന്നുള്ളത്തിൽ വന്നു വിളയാതു സരസ്വതീ. ആ ബ്രഹ്മാണ്ഡ പിപീലികാന്തതനുഭിൽ സുജൃംഭമാണാസ്ഫുടം ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഭാസകതയാ
സർവത്രയാ ദിവ്യതി സാ ദേവി ജഗദംബികാ ഭഗവതി ശ്രീരാജരാജേശ്വരി ശ്രീവിദ്യാ കരുണാമിഹിഷ്വപകരി ഭൂയാത് സദാ ശ്രേയസേ. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് 19-ാമത്തേത്. ശ്രീവിദ്യ സമ്പ്രദായത്തിലെ അതിരഹസ്യമായ കാര്യങ്ങൾ പരസ്യമായി പറയുന്ന ശ്ലോകമുണ്ട്. ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ശ്ലോകവും 19-ാം ശ്ലോകം. തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ശ്ലോകങ്ങളൊന്നാണ്. അപ്പോൾ അത് നമ്മൾ ശരിയായ രീതിയിൽ അതിനെ സമീപിക്കണം, മനസ്സിലാക്കണം. ചില വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് തികച്ചും ഭൗതികമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാലെയും തോന്നാം. പക്ഷേ പലപ്പോഴും തന്ത്രത്തിലത് അത്യുന്നതമായ ആധ്യാത്മിക വികാസത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾ, സഹായിക്കുന്ന വാക്കുകളാണ് മനസ്സിലാക്കുക. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോ തന്ത്രശാസ്ത്രം സാധാരണക്കാരനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന് സായുജ്യപതിയിലേക്ക് എത്താൻ പറ്റിക്കുന്ന തന്ത്രശാഖയാണ് ശ്രീവിദ്യ. സാധാരണ മോക്ഷം മരണാനന്തര മോക്ഷം ഇസ്ലാമിൽ കേൾക്കുന്നു. ഇവിടെ മോക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവാത്മാവിൽ നിന്ന് മോചനം ഉണ്ടാവുക, ഞാൻ എന്ന് പറയുന്ന ബോധത്തിൽ മോചനം ഉണ്ടാവുക എന്നൊക്കെയാണ്. സായുജ്യം എന്ന് യോജിക്കലാണ്. ജീവാത്മാവ് പരമാത്മാവിലേക്ക് യോജിക്കുകയാണ് സായുജ്യം. ദേവിയിലേക്കും ശിവനെ ലയിക്കുന്നതാണ് സായുജ്യം എന്ന് പറയുന്നത്. സാരൂപ്യമുക്തി, സായുജ്യമുക്തി, മുക്തി പലതരത്തിലുണ്ട്. അപ്പോൾ സായുജ്യമുക്തിയാണ് ശ്രീവിദ്യ സമ്പ്രദായത്തിന്റെ ആത്മീയ ലക്ഷ്യം. അതായിത്തീരുക, യോജിക്കുക. ജീവാത്മാവ് പരമാത്മാവിൽ നിന്ന് വേദാന്തത്തിന് കാഴ്ചപ്പാടാണെങ്കിൽ ശിവനിലേക്ക് ലയിക്കുക. ദേവിയിലൂടെ കാമേശ്വരിയിലൂടെ, കാമേശ്വരി ഇതാണ് സങ്കല്പം. അതിനനുസൃതമായ എല്ലാ ശ്ലോകങ്ങളും പറഞ്ഞിരിക്കും സുന്ദരലഹരി. പക്ഷെ അതിന്റെ പ്രയോഗം കാവ്യാത്മകമായതുകൊണ്ട്, ഒരു കവിയുടെ ഭാവനയായതുകൊണ്ട് ഭൗതികമായ തലത്തിൽ നോക്കുന്ന സമയത്ത് ഭൗതികമായ രീതിയിൽ കാണാൻ ശ്രമിക്കുന്നു. ഈ സമീപനം ശുദ്ധമായ ആധ്യാത്മികതയാണ് സൗന്ദര്യം മനസ്സിലാക്കുന്നത്. തന്ത്രത്തിലെ അതിരഹസ്യമായ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് എല്ലാവരും സമീപിക്കുന്നതായിരുന്നു. ഒരു തിരക്കും ജടിലമായിട്ടല്ല, സരസമായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ, ഇതിന്റെ ശ്ലോകം മുഴുവൻ ഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം സാധാരണക്കാരനെന്ന് പറഞ്ഞ് ശങ്കരാചാര്യസ്വാമികൾ, ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികളുടെ നിർമ്മിതമാണിത്, പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള സമീപനം. അപ്പൊ സമീപിക്കുന്ന നിലപാട് തറ അത് നമ്മൾ നിശ്ചയിക്കണം. കാരണം ഒരിടത്ത് നിൽക്കുമ്പോൾ കാണുമ്പോഴാണ് അതിന് ഒരു കെട്ടിടത്തിൽ എവിടെ നിൽക്കുന്നു, ആ നിൽക്കുന്ന സ്ഥലത്ത് കാണുന്ന കെട്ടിടമാണ് നമ്മൾ മനസ്സിൽ പതിയുന്നു. ആ നമ്മുടെ നിലപാട് നമ്മൾ ആദ്യം ഉറപ്പിക്കണം. ആ നിലപാട് തറ കൃത്യമായും ആധ്യാത്മികയുടെ നിലപാട് തറയാണ്. തന്ത്രശാസ്ത്രത്തിന് നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് ഇത് കാണേണ്ടത്. ദേവിയെ സമീപിക്കൽ എന്ന ആമുഖം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകത്തെ സമീപിക്കാൻ ശ്രമിക്കാം. മുഖം ബിന്ദും കൃത്വാ കുജയുഗമധസ്തസ്യ തദധോഹരാർത്ഥം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മഥകലാം സ സദ്യ സംക്ഷോഭം മയതി വനിതാ ഇത്യതി ലഘു ത്രിലോകീമപ്യാശുഭ്രമയതി രവീന്ദുസ്തനയുഗാം. മുഖം ബിന്ദും കൃത്വാ കുചയുഗമധസ്തസ്യ തദധോ ഹരാർത്ഥം ധ്യായേദ്യോ
ഹരമഹിഷിതേ മന്മഥകലാം സദ്യ സംക്ഷോഭം നയതി വനിത ഇത്യതിലഘു ത്രിലോകീമപ്യാശു ഭ്രമയതി രവീന്ദുസ്തനയുഗാം. ഹരമഹിഷി ശിവന്റെ ശക്തി, ലളിതാംബിക. അപ്പൊ ആ ലളിതാംബികയെ നാം എങ്ങനെയാണ് സമീപിക്കേണ്ടത്? മഹാലക്ഷ്മി, മഹാസരസ്വതി, ധാരാളം ദേവതാ സങ്കല്പങ്ങൾ നമുക്കുണ്ട്. ആ ദേവതാ സങ്കല്പങ്ങൾ നാം സമീപിക്കുന്നത് ധ്യാനോക്തമായ രൂപത്തിലൂടെയാണ്. ഭദ്രകാളിയുടെ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഒരു ശില്പി കൊത്തിവെച്ച ഒരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം ശില്പശാസ്ത്രമനുസരിച്ച് അതിലെ നിയമങ്ങളനുസൃതമായി നിർമ്മിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളാണ് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്. അതേപോലെ തന്നെ ചിത്രങ്ങളുണ്ട്. ഭദ്രകാളിയും ലക്ഷ്മി ചിത്രം ഇഷ്ടമുണ്ട്. ഓരോ പ്രദേശത്തും അതാത് കലാകാരന്മാർ, ഉപാസകന്മാരായ കലാകാരന്മാരായിരിക്കും. അവര് ആ പ്രദേശത്തെ വസ്ത്രധാരണ രീതി അനുസരിച്ച്, ആ പ്രദേശത്തെ സാമാന്യമായ ശരീര നിറമനുസരിച്ച് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ദേവി വരയ്ക്കാറുണ്ട്. അതാണ് അവിടുത്തെ ദേവി. കേരളത്തില് കിളിമാനൂർ കൊട്ടാരത്തില് രവിവർമ്മ പ്രസിദ്ധ ചിത്രകാരനാണ്. അദ്ദേഹം മിക്കവാറും കേരളത്തിൽ ധാരാളം ദേവതാ സങ്കല്പങ്ങളുടെ ചിത്രം വരച്ചു. പിന്നെ കലണ്ടറിൽ ധാരാളം കാണുന്നത് ശിവകാശിയിലെ പ്രിന്റിംഗ് കേന്ദ്രമാണ് ശിവകാശി. അവിടുന്ന് പണ്ട് കാലത്ത് കലണ്ടറൊക്കെ വന്നു. എല്ലാ കലണ്ടറും ചിത്രങ്ങളും അവിടുന്ന് വന്നിരുന്നത്. അവിടുത്തെ കലാകാരന്മാർ അവിടുത്തെ പ്രസ്സുകൾക്ക് വേണ്ടി വരച്ചു കൊടുത്ത ചിത്രങ്ങളാണ് വളരെ മനസ്സിലുണ്ടാവും. പിന്നെ ചുവർച്ചിത്രങ്ങൾ വരച്ചു. ധാരാളം ക്ഷേത്രങ്ങൾ ചുവർച്ചിത്രങ്ങളുണ്ട്. ഗുരുവായൂർ അമ്പലത്തെ ഇപ്പോഴും കാണാം ധാരാളം പക്ഷെ ഗുരുവായൂർ നിർഭാഗ്യവശാൽ പ്രധാനപ്പെട്ട ശില്പങ്ങളൊക്കെ അവർ മറച്ചു കളഞ്ഞു. ആ മനോഹാര നഷ്ടപ്പെട്ടു. അവിടെ ശില്പം കണ്ടായിരുന്നു. അവിടെ ശ്രീകോണിച്ചിൽ ധാരാളം ശില്പം കണ്ടായിരുന്നു. ധാരാളം ചിത്രങ്ങൾ എപ്പോഴും കാണാം. തീപിടുത്ത പുനർനിർമ്മിച്ച ചിത്രങ്ങൾ ധാരാളം. അപ്പൊ അതാണ് ഇപ്പൊ ഉദാഹരണം ഗുരുവായൂർ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ വരച്ചത് കെ മാര, ഒരു വലിയ ചിത്രകാരനായിരുന്നു. എറണാകുളത്തെ രവിപുരത്ത് താമസിച്ച അദ്ദേഹം ശിവവിദ്യോപാസകനായിരുന്നു. ആദ്യം എൻ്റെ ഗുരുനാഥന്റെ ഒരു ശിഷ്യൻ തന്നെ കുന്ത്രവശുണ്ട്. ആദ്യമാണ് ഗുരുവായൂരിലെ ചിത്രകലാ വിദ്യാലയത്തിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നത്. അദ്ദേഹം വരച്ച ചിത്രങ്ങളാണ്, അദ്ദേഹം ശിഷ്യന്മാർ വരച്ച ചിത്രങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂടുതലായിട്ട് കാണുന്നത്. ഈ ഓരോ ക്ഷേത്രത്തിൽ പൗരാണിക കാലം മുതൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയിലെ തൊടീക്കൽ ക്ഷേത്രമുണ്ട്, പഴശ്ശിരാജാവിന്റെ ക്ഷേത്രം. അവിടെ ധാരാളം ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പല എല്ലാം നശിപ്പിച്ചു. കാരണം ആ നാട്ടില് പഴശ്ശിരാജാവിന്റെ ഒളിത്താവളങ്ങൾ ഒന്നായിരുന്നത്. ബ്രിട്ടീഷുകാർ ആ ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ പോയിട്ട് വയനാട്ടിൽ കാടുകയായി. പക്ഷെ ഇടക്കാലത്ത് നിരീശ്വരവാദത്തിന്റെ കേന്ദ്രമായത് കണ്ണൂർ ജില്ലയാണ്. ഒരു പ്രാന്തൻ അവിടെ താമസിച്ചിരുന്നു. അയാൾ നമ്മൾ കേടുവരുത്തി. ആരും തടയാൻ പോയില്ല. ഇന്ന് ക്ഷേത്രം പുനരുദ്ധരിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഞാൻ പോയിട്ടില്ല. അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ സാധാരണ കേരളീയ സർവ്വ ചിത്രങ്ങളുള്ളത് ഇടക്കാലത്ത് പല വരച്ച ചിത്രങ്ങൾ. അപ്പോൾ ധ്യാനോക്തമായ രൂപത്തെ കുറിച്ച് പറയുമ്പോൾ ആ രൂപത്തിൽ ദേവതകൾ ധ്യാനിച്ചാൽ ആ ദേവത ഉപാസനയിലൂടെ ഏത് ഗുണമാണോ ലഭിക്കുന്നത് ആ ഗുണം ലഭിക്കും. ഇതാണ് പ്രത്യേകത. അപ്പോ ലളിതാംബിക ചിത്രങ്ങൾ ധാരാളമുണ്ട്. സത്യത്തിൽ ഹരമഹിഷിയെ, ഹരന ശിവനാണ്, ശിവന്റെ പത്നിയാണ് രാജരാജേശ്വരി. അല്ലെ ശക്തിയാണ്. പത്നി എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയുടെ സാധാരണ മനുഷ്യനെ പത്നിയെ പ്രയോഗിച്ചു, അങ്ങനെയല്ല. രാജരാജേശ്വരന്റെ ശക്തിയാണ് രാജരാജേശ്വരി എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോ ആ രാജരാജേശ്വരിയെ നാം ധ്യാനിക്കുമ്പോൾ
എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നാണ് ഇതിൽ പറഞ്ഞത്. മുഖം ബിന്ദും കൃത്വ, ആ ദേവിയുടെ മുഖത്തെ മനോഹരമായ ഒരു മുഖമായിട്ടുള്ള സങ്കല്പിക്കുന്നത് കേവലം ഒരു ബിന്ദുവായിട്ടാണ് സങ്കല്പിക്കുന്നത്. പൂച്ച കൃത്വ, പൂച്ചയുഗ മതസ്ത്വസ്യ, അതിന്റെ അടിയിൽ രണ്ട് ബിന്ദുക്കൾ, അതിനടിയിൽ ഹരാർത്ഥം ചന്ദ്രകല ജായേദ്യോ ഹരമഹിഷി തേ മന്മഥകല, അങ്ങിനെ സങ്കല്പിക്കുന്ന ആ സങ്കല്പത്തിന്റെ പേരാണ് മന്മഥകല, കാമകല എന്ന് പറയുന്നത്. മനസ്സിലായില്ല രസം? ഇത് ധാരാളം ഉപാസകന്മാർ തിരിച്ച് വ്യത്യസ്തമായി വ്യാഖ്യാനിച്ച് ആര് വ്യാഖ്യാനിക്കാൻ. സത്യത അങ്ങനെയൊന്നും. രാജരാജേശ്വരി, ലളിതാംബിക എന്ന് പോലും പറയാൻ വയ്യ. കാരണം രാജരാജേശ്വരൻ എന്ന് പറയുന്നത് സത്യത്തിൽ പ്രപഞ്ചം ഉണ്ടാകുന്ന മുമ്പുണ്ടായിരുന്ന ചൈതന്യം, ശുദ്ധ ചൈതന്യം. ആ ചൈതന്യത്തിന് മറ്റൊരു പേരാണ് രാജരാജേശ്വരൻ എന്ന് പറയുന്നത്. തളിപ്പറമ്പത്ത് രാജരാജേശ്വര ക്ഷേത്രമാണ്. പെരുമാൾ എന്നാണ് പറയാ. കൊട്ടിയൂർ ക്ഷേത്രം പെരുമാളാണ്. കൊട്ടിയൂർ ഉത്സവം ഓൾമോസ്റ്റ് തുടങ്ങിക്കഴിയും. അതും പെരുമാളാണ്. പെരുമാൾ എന്നാ പറയാ. അവിടെ പോകുന്നവര് ശിവനാണ്, സങ്കല്പവും കഥയൊക്കെ ഉണ്ട്. ദക്ഷയാഗത്തില് പ്രത്യക്ഷപ്പെട്ട സംഹാരമൂർത്തിയായ ശിവന്റെ ഭാവമെന്ന് പറയും. പക്ഷെ പെരുമാൾ എന്നാ പറയാ, ശിവൻ ഒന്നും പറയില്ല. അവിടെ പോകുന്ന സമയത്ത് പോകുന്ന ഭക്തന്മാർ ചൊല്ലുന്ന മന്ത്രം ഗോവിന്ദ ഹരി ഗോവിന്ദ. അത് വേറെ രസം. ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോവാണ്, സംഘടിതമായിട്ടുള്ള ഭക്തന്മാരോട് കൊണ്ടുപോയിരുന്നു, കാട്ടിന് നടുക്കാണ്. അപ്പം ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദനായ പേര് വിഷ്ണുവിന്റെ പേരാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ദേവത പെരുമാൾ എന്നാ പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ പെരുമാളാണ്. പെരുമാൾ വലിയ ആള് ആരാ? ശുദ്ധ ചൈതന്യമാണത്. പ്രപഞ്ചം ഉണ്ടാകുന്നതിനേക്കാൾ വലുത്, പ്രപഞ്ചത്തെക്കാൾ വലുത് അതാ പെരുമാളാണ്. മനസ്സിലായല്ലോ? അപ്പം പ്രപഞ്ചത്തേക്കാൾ വലിയ ശുദ്ധമായ ചൈതന്യത്തെയാണ് ഇവിടെ ഹരൻ എന്ന് സങ്കല്പിക്കുക. ആ ചൈതന്യത്തിന്റെ അർത്ഥം, ഹരാർത്ഥം, അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ചൈതന്യം തന്നെയല്ലേ അത്? ശുദ്ധ ചൈതന്യത്തെ തന്നെയാണത്. അപ്പൊ ദേവിയെ ശുദ്ധ ചൈതന്യത്തെ തന്നെയാണ് ദേവി ആരാധന. പക്ഷെ വ്യത്യാസം, ഒരു ചൈതന്യം നിശ്ചലമായി നിൽക്കുന്നു, മറ്റേ ഭാഗം അത് പ്രപഞ്ചത്തിന് സൃഷ്ടിന്മുഖമാണത്. ആ ചൈതന്യം സൃഷ്ടിന്മുഖമാവുന്ന സമയത്ത് അതാണ് ഹരമഹിഷി എന്ന് പറയുന്നത്. ഇതിന് ലളിതാംബയുടെ പേര് പോലും എവിടെയില്ല, രാജേഷിന്റെ പേരുമില്ല. ഹരമഹിഷി, ഹരൻ എന്ന് പറയും സംഹാരമൂർത്തിയാണ്. എല്ലാം ലയിക്കുന്ന അവസ്ഥയാണ് ഹരൻ എന്ന് പറയുന്നത്. പ്രപഞ്ചം മുഴുവൻ ലയിക്കുന്ന അവസ്ഥയാണ് ഹരൻ എന്ന് പറയുന്നത്. സൃഷ്ടിന്മമായ അവസ്ഥയാണ് ഹരമഹിഷി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ, ആ അവസ്ഥയെ ഒരു ബിംബരൂപേണയല്ല, സാധാരണക്കാരെ ധ്യാനിക്കാൻ ഒരു ചിഹ്നം വേണം, ഒരു അടയാളം വേണം. അവിടെ ബിന്ദു എന്ന് പറഞ്ഞ ഏതാ? ശ്രീചക്രത്തിന്റെ മധ്യബിന്ദുവാണത്. ആ മധ്യബിന്ദു അൺകണ്ടീഷണൽ പ്യുവർ കോൺഷ്യസ്നെസ് ആണ് എന്ന് പറയുന്നു. ശുദ്ധമായ ബോധമാണത്. ഒരു തരത്തിലുള്ള പരിമിതികൾക്ക് അപ്പുറത്ത് ശുദ്ധബോധത്തെയാണ്, കാലമോ ദേശമോ, ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന രണ്ട് ലിമിറ്റേഷൻ അപ്പുറത്തുള്ള ശുദ്ധമായ ചൈതന്യത്തെയാണ് ആ ബിന്ദു സൂചിപ്പിക്കുന്നത്. നമ്മുടെ സഹസ്രാരപഥ ഏറ്റവും മുകളിലാണ് ബിന്ദു സങ്കല്പിക്കാറ്. നമ്മൾ സാധാരണ ആവശ്യം ശ്ലോകത്തില് പറയാറില്ലേ,
ശരീരം ചിന്തേതാവും നിജം ശ്രീചക്രരൂപിണം ത്വകാദ്യാകാരസംയുക്തം കാലാഗ്നിസ്നിഗ്ധം ദ്വാദശാന്തേ ശിവാകാരേ ശിവശക്ത്യാത്മം ഗുരു പരം തേജോമയം ധ്യാത്വാ ഭുക്തിമുക്തിഫലപ്രദം ബൈന്ദവം ബ്രഹ്മരന്ധ്രേ ച. ശരീരമാകുന്ന ശ്രീചക്രത്തിന്റെ മധ്യബിന്ദു മുകളിൽ ബൈന്ദവം ബ്രഹ്മരന്ധ്രേ ച. ബിന്ദുസ്ഥാനം ബ്രഹ്മരന്ധ്രം ബിന്ദുസ്ഥാനം സങ്കല്പിക്കും. എന്താണ്? ശരീരം ചിന്തയേതേതം നിജം ശ്രീചക്രരൂപം ത്വകാദ്യാകാര സംയുക്തം ജ്വലൽ കാനാഗ്നിസ്മിൻ ദ്വാദശാന്തേ ശിവാകാരെ ശിവശക്തിയാത്മകം ഗുരും. ശിവനും ശക്തിയോട് ചേർന്ന ആ ബിന്ദു. ആ ബിന്ദുവിന് ഹരൻ എന്ന് പറയുമ്പോൾ ഹരാർത്ഥം ഹരമഹിഷി എന്ന് പറയുന്ന സമയത്ത് അതിന് ഹരന്റെ പത്നിയാണല്ലോ, പകുതിയാണല്ലോ. ആ ബിന്ദുവിന് പത്നി പകുതിയാണ് ഹരമഹിഷി. സാക്ഷാൽ രാജരാജേശ്വരി. ഹര അർത്ഥം, ഒരു ബിന്ദുവിന്റെ അർത്ഥം. ബിന്ദുവിന്റെ അർത്ഥമാണ് തദസ്യോ. അപ്പം മുഖം ബിന്ദും കൃത്വ, ഒരു ബിന്ദുവിനെ സങ്കല്പിച്ചിട്ട് ഒരു ബിന്ദുവിനെ സങ്കല്പിക്കുക. ഒരു സൃഷ്ടിരൂപിണി ആയതുകൊണ്ട്, സൃഷ്ടി സ്വഭാവമായതുകൊണ്ട് ഒരു സ്ത്രീ രൂപമാണ് കൊടുത്തിരിക്കുക. അപ്പൊ അതിൽ നിന്ന് രണ്ട് കുചങ്ങൾ വേണം. അതിന്റെ സ്ഥാനത്ത് കുചത്തെ അല്ല, സാധാരണ വിഗ്രഹമായിട്ട് വരുന്ന സമയത്ത് അവിടെ രണ്ട് മനോഹരമായി കുചസ്ഥാനങ്ങളെ ദ്വയങ്ങളെയാണ് കൊടുക്കുക, സ്ഥലങ്ങളെയാണ് കൊടുക്കുക. പക്ഷെ ഒരു കേവലം രണ്ട് ബിന്ദു മാത്രം. അതിനടിയിൽ ബിന്ദുവിന്റെ പകുതി, അപ്പൊ ചന്ദ്രക്കല പോലെ ആണ് സങ്കല്പം. ധ്യായേദ്യോ ഹരമഹിഷി തേ മന്മഥകല. അതിൽ തന്ത്രത്തിൽ പറഞ്ഞത് മന്മഥകല, കാമകല എന്നാണ് പറയുന്നത്. സദ്യ സംക്ഷോഭം നൈതി വനിത ഇത്യതിലു ത്രിലോകീയമപ്യാശു ഭ്രമയതിരെ വീന്ദുസ്തനയുഗ. അത് ഏറ്റവും രസം. അത് ഏറ്റവും ഈ ശ്ലോകം, ഈ ഭാഗം വെച്ചുകൊണ്ടാണ് തെറ്റിദ്ധരിക്കാം കേട്ടല്ലോ. അപ്പോ ശിവപത്നിയായ അല്ലയോ ദേവി, മുഖത്തെ ബിന്ദുവായി സങ്കല്പിച്ചിട്ട് അതിനു താഴെ കുജയുഗത്തെയും അതിൻ്റെ കീഴിൽ പരാർത്ഥത്തെയും നിന്തിരുവടിയുടെ മന്മഥകലയെയും ഏതൊരുവൻ ധ്യാനിക്കുന്നുവോ അവൻ വളരെ വേഗത്തിൽ സ്ത്രീകളെ അവനിലേക്ക് ആകർഷിക്കുന്ന വിധമുള്ള ഉത്കടമായ മനോവികാരത്തെ പ്രാപിക്കുന്നുവെന്ന് കാര്യം വളരെ നിസ്സാരമാണെന്ന് പറയാം. സാധാരണ ഭൗതിക ഒരു മനുഷ്യൻ, അവന്റെ ബോധം ഏറ്റവും വലിയ സുഖം തികച്ചും ഭൗതിക മനുഷ്യൻ ആസ്വദിക്കുന്നു. അവൻ ലഭിക്കാവുന്ന ഒരു ആനന്ദം എന്ന് പറയും ലൈംഗികാനന്ദം. അപ്പൊ അത് സ്ത്രീ ആകർഷിക്കണം. അപ്പൊ പറയുന്നത്, അതിനോട് ഉദാഹരിക്കുന്നത് രസം. അത് വലിയ വലിയ കാര്യം തന്നെയാണ് പറഞ്ഞത് കേട്ടല്ലോ. അത് വളരെ നിസ്സാരമാണെന്ന് പറയാം. മനോവികാരത്തെ പ്രാപിക്കുന്നുവെന്ന കാര്യം വളരെ നിസ്സാരമാണെന്ന് പറയുന്നു. അവനിലേക്ക് വേഗത്തിൽ സ്ത്രീകളെ അവനിലേക്ക് ആകർഷിക്കത്തക്ക വിധമുള്ള ഉത്കടമായ മനോവികാരത്തെ പ്രാപിക്കുന്നുവെന്ന. അപ്പൊ ഇവരെ കാണുന്ന സമയത്ത് സ്ത്രീകൾക്ക് മനോവികാരം ഉണ്ടാകും, ഉത്കടമായ പ്രാപിക്കാൻ വികാരം ഉണ്ടാകും, ആകർഷണം ഉണ്ടാകും. ഇത് വലിയ കാര്യമായിട്ടല്ല പറഞ്ഞത്, ഇതൊരു നിസ്സാരമായ ഭൗതികമായ ഒരു വിഷയമാണെന്ന് വ്യാഖ്യാനത്തിൽ പറയും. അതല്ല ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കൃത്യമായി പറയുന്ന ശ്ലോകമാണ് ഇവിടെ. പലരും ഇത് തിരിച്ചു വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ഒരു സാധാരണക്കാരന്റെ ഭൗതികമായ വികാരങ്ങൾ വളരെ നിസ്സാരമായിട്ട് കാര്യമാണ്. യഥാർത്ഥ ആരെയാണ് ആകർഷിക്കേണ്ടത് എന്ന് പറയും. അപ്പൊ ഇതിൽ പറയുന്നു, ഇവയെ സ്വാധീനിക്കാൻ, ഈ പ്രപഞ്ച ചൈതന്യം സ്വാധീനിക്കാൻ 64 തന്ത്രശകൾ ശിവൻ തന്നെ നിർമ്മിച്ചതായി എന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്. ഉപാസകനെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഇടയാക്കുന്ന സിദ്ധികളും ദിവ്യശക്തികളും എത്രയോ നിസ്സാരങ്ങളാണ്. ഒരു സാധകൻ അങ്ങനെ സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്നുണ്ടാവുക, സാധന ധർമ്മസിദ്ധികൾ നേടിയെടുക്കാൻ കഴിയും. അതുമ്പോൾ നശിച്ചു വിടാൻ പ്രാരംഭത്തിന് വീഴും.
വിശ്വാമിത്രൻ തപസ് ചെയ്യുന്ന സമയത്ത് ദേവസ്ത്രീകളുടെ തപസ്സുകൊണ്ട് അയാൾ തപസ് ഇളകിപ്പോയി എന്ന് പറയുന്നു. ജീവിതം നിരന്തര തപസ്സിൽ നേടിയെടുക്കുന്ന അവസ്ഥയിൽ താഴെ പതിക്കുന്നു ഇങ്ങനെ സംഭവിച്ചാൽ എന്ന് താന്ത്രയോട് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. നീ അവിടെ പോയി വീഴരുത് എന്നാണ് പറയുന്നത്. അർത്ഥം യഥർ ആരെ ആകർഷിക്കണം? ദേവീഭക്തർ രവീന്ദുസ്തനയുഗം ത്രിലോകീതനുസരിച്ച ദേവി ഇന്ദു സ്തന യുഗം. ദേവിയുടെ സ്തനയിൽ 2 ബിന്ദുകൾ ഏതൊക്കെയാണ്? രവിയും ഇന്ദുവുമാണ്. സൂര്യചന്ദ്രന്മാരാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചമാതാവിന്റെ 2 ഭുജങ്ങൾ, 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നു. ആ അമ്മയാണ് ആകർഷിക്കേണ്ടത്, ജഗദംബികയാണുള്ളവരെ ആകർഷിക്കേണ്ടത്. അപ്പൊ ആ ജഗദംബി ആകർഷിക്കാൻ വേണ്ട രൂപധ്യാനം എന്താണ് എന്നത് പറഞ്ഞിരിക്കുന്നു. ഇതെന്താണ്? ഇത് കാമയതേം ഭൂസ്യാം, ഞാൻ ശുദ്ധമായ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പലതായി തീരട്ടെ എന്ന് പറയുന്ന ആ ഇച്ഛയുണ്ടല്ലോ. അതിന് അതുകൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായത്. ആ പ്രപഞ്ച സൃഷ്ടിക്കാൻ ഇച്ഛയെ അവനോട് പറഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചം പൂർണ്ണമാണ്. ഈ ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത് ഈ പ്രപഞ്ചത്തിന് തന്നെയാണ്. ആ പ്രപഞ്ചം ദേവിയുടെ രൂപമാണ്. പ്രപഞ്ചമാണ് ദേവിയുടെ രൂപം. അനേക കോടി ബ്രഹ്മാണ്ടജന്യായിരിക്കുന്ന അമ്മയെ, അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആ ജഗന്മാതാവിനെ ആരാധിക്കാൻ, ധ്യാനിക്കാൻ കേവലം സാധാരണ ദേവതകൾ ധ്യാനിക്കുന്ന രീതിയിലുള്ള ഒരു ഉപധ്യാനം പോരാ. ശുദ്ധ ചൈതന്യം തന്നെയാണത്. ആ ചൈതന്യത്തിലേക്കുള്ള ലയത്തിന് വേണ്ടിയിട്ട്, സായുജ്യത്തിന് വേണ്ടിയിട്ട് ഏത് ചിഹ്നത്തെയാണോ ആരാധിക്കേണ്ടത് ആ ചിഹ്നത്തിന്റെ ഭാവമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഉന്നതമായ ദേവിയുടെ അടയാളമാണ് ഇത്. തന്ത്രശാസ്ത്രത്തിൽ കാമകല എന്ന് പറയും. ഇത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദത്തെ സൂചിപ്പിക്കുന്നു. ആ ശബ്ദം, ബീജശബ്ദം, അത് ലയത്തിനുള്ളതാണ് എന്നാണ് പറയുന്നത്. അത് സായുജ്യത്തിനുള്ളതാണ്, ശിവനിലേക്ക് ലയിക്കാനുള്ളതാണ് എന്ന തന്ത്രശാസ്ത്രത്തെ അത്യുഗ്രമായിരിക്കുന്ന രഹസ്യമാണ്, ഉദാത്തമായ രഹസ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ത്രിലോകങ്ങളും തൻ്റെ ശരീരമായിരിക്കുന്ന ആ ദേവിയെ ആണ് ഭ്രമിപ്പിക്കേണ്ടത്. കേവലം സ്ത്രീകളെയോ അല്ലെങ്കിൽ പുരുഷന്മാരെയോ അല്ല. സ്ത്രീകൾക്ക് പറഞ്ഞ പുരുഷന്മാരെയും, പുരുഷന്മാർ സ്ത്രീകളെയോ അല്ല നാം ഭ്രമിപ്പിക്കേണ്ടത്. അത് വളരെ ലഘുവായ കാര്യമാണ്. ഒരു തികച്ചും പ്രാപഞ്ചികമായ കാര്യമാണ്. അത് വളരെ താത്കാലികമാണ്. അപ്പൊ അതുകൊണ്ട് സൂര്യചന്ദ്രന്മാരും ത്രിലോകങ്ങളും ശരീരഭാഗങ്ങളായിരിക്കുന്ന ആ സാക്ഷാത് ഹരമഹിഷിയെ, ശുദ്ധ ചൈതന്യത്തെ സ്വാംശീകരിക്കാൻ ഞാൻ എന്ന പരിമിതമായ ബോധത്തിൽ നിന്ന് പ്രപഞ്ചബോധത്തിലേക്ക് ലയിക്കാനുള്ള ഉപാസകന്റെ ഏത് ധ്യാനോക്തമായ രൂപമാണോ സ്വീകരിക്കേണ്ടത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കാം. അത്യുഗ്രമായിരിക്കുന്ന ഒരു അർത്ഥം കേട്ടല്ലോ. ഇത് അതിനെപ്പറ്റി വളരെ വിശദമായി പറയുന്നുണ്ട്. ഇത് പല കാര്യങ്ങളും രഹസ്യം ഉപദേശ രൂപേണ കിട്ടേണ്ടതുകൊണ്ട് പൂർണ്ണമായിട്ട് പറയുന്നത് സാമാന്യേന ഞാനിവിടെ വിശദീകരിക്കാൻ ശ്രമിക്കും. ഈ വ്യാഖ്യാനത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കും. ആ വിചക്ഷത്തെ, ആ കാമകലാ ധ്യാനത്തെ വിശദീകരിക്കുന്ന കാമകലാ രഹസ്യം എന്ന് പറയുന്ന ഒരു തന്ത്രഗ്രന്ഥം ശ്രീവിദ്യയോട് ബന്ധപ്പെട്ടതാണ്. എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വന്നിട്ട് നിർഭാഗ്യവശാൽ
അതിൻ്റെ മുഖചിത്രം വരച്ച ഒരാൾക്ക് ആ പേര് മാത്രം പരിചയമുണ്ട്. അയാളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു ചിത്രമാണ് കൊടുത്തത്. തന്നോട് ബന്ധമില്ല. ധാരാളം ആളുകൾ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അവർ അതിൻ്റെ മുഖചിത്രം കണ്ട് തെറ്റിദ്ധരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാറാണ്. ഒരു കാര്യം ഉണ്ടാകും. അതിൽ പറഞ്ഞ രഹസ്യമായ ആധ്യാത്മികത, താന്ത്രിക ആധ്യാത്മികമാണ് പറഞ്ഞിരിക്കും. ഈ ശ്ലോകത്തിൽ കാമകരാ രഹസ്യം, അതിന്റെ പേര് കാമകരാ രഹസ്യം എന്നാണ്. ഭഗവത് പാദർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ക്ലീൻ എന്ന കാമരാജ ബീജത്തിന് കകാര ലകാരങ്ങളെ നീക്കം ചെയ്താൽ ഈംകാരം അവശേഷിക്കും. ഇത് ദുഗ്ധ മഹാസരസ്വതി ബീജമാണ്. മുകളിൽ ഒരു ബിന്ദുവും താഴെ 2 ബിന്ദുക്കളും ഉൾക്കൊള്ളുന്നതാണ് ഇതിന്റെ രൂപം. ദേവിയുടെ മന്ത്ര ശരീരത്തെ ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖപങ്കജ കണ്ഠാതക്കരിപര്യന്ത മധ്യകൂട സ്വരൂപിണി എന്നിങ്ങനെ ലളിത സഹസ്രനാമം വർണ്ണിക്കുന്ന ത്രിഖണ്ഡോ മാതൃകാമന്ത്ര സാമസൂര്യാനുരാത്മകം എന്ന ആചാര്യവാക്യം കൊണ്ട് ഈ മന്ത്രശരീര ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നിവയുടെ രൂപത്തോടു കൂടിയതാണെന്ന് സിദ്ധിക്കുന്നു. സൂര്യനും ചന്ദ്രനും അഗ്നിയുള്ള നമ്മുടെ ശരീരം തന്നെയാണ്. ഇവ യഥാക്രമം ഇച്ഛാശക്തി, ജ്ഞാനശക്തി, എന്നിവയെയും ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന അവസ്ഥകളെയും സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളെയും കുറിക്കുന്നുവെന്നും അഭിപ്രായമുണ്ട്. ഒരഭിപ്രായം മാത്രമാണ്. കാമകരാക്ഷരത്തിന്റെ ഊർധ്വബീജം ദേവിയുടെ ബ്രഹ്മരൂപമാണെന്നും മുകളിലെ ബീജം ദേവിയുടെ ബ്രഹ്മരൂപമാണെന്നും അധോ ബിന്ദുക്കൾ ജഗത്, ജീവൻ എന്നിവയെ കുറിക്കുന്നുവെന്ന് വ്യാഖ്യാനിച്ച് കാണുന്നു. താഴെ 2 ബീജങ്ങൾ ജഗത്തും ജീവനുമാണ്. ഇത് 3 കൂടി ചേർന്ന ത്രികോണത്തെ, ഈ ഒരു ബിന്ദു 2 ബിന്ദു ചേർത്താൽ വരച്ചാൽ അത് ത്രികോണമായി. ആ ത്രികോണത്തെ ദേവിയുടെ ശരീരം എന്നാണ് സങ്കല്പിക്കാറുള്ളത്. കാരണം ആ ത്രികോണത്തിലേക്കാണ് ശ്രീചക്ര പൂജയിൽ ദേവി ആവാഹിക്കുന്നത്, ബിന്ദുവിലേക്കല്ല. ഈ ത്രികോണം 1, അതിൽ 2 ബിന്ദു. തന്ത്രശാസ്ത്ര നിയമം അനുസരിച്ച് ഈ 3 ബിന്ദുക്കൾ, ഈ 3 കൂടി ചേർത്താൽ മറ്റേ ആദ്യത്തെ ബിന്ദുവിടെ നിലനിൽക്കുന്നുണ്ട്, അത് മധ്യഭാഗത്ത് വരും. അങ്ങനെ വരുന്ന രണ്ടാമത്തെ ആവരണ ദേവതയായിരിക്കുന്ന ത്രികോണത്തിലേക്കാണ് ദേവിയെ ആവാഹിക്കാറുള്ളത്. അതിന് ചുറ്റുമാണ് ദേവിയുടെ ആയുധങ്ങളുള്ളത്. അപ്പൊ ആ ത്രികോണം ദേവിയുടെ ശരീരമാണ് സങ്കല്പിച്ചത്. കേട്ടല്ലോ. ഈ ബീജാക്ഷരങ്ങളെ പറ്റി പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ബാലാവിംശതിയിൽ ഈ കാര്യം പറയുന്നുണ്ട്. 4-ാമത്തെ ശ്ലോകത്തിൽ, ബാലാവിംശതിയിൽ 4-ാമത്തെ ശ്ലോകം, ആ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്, നമ്മളെല്ലാം ബഹട്ടായിരിക്കും പറയാം. യന്നിത്യേ തവ കാമരാജമപരം മന്ത്രാക്ഷരം നിഷ്കളം തത് സാരസ്വതമിത്യവൈതി വിരള കശ്ചിത് മുതശ്ചേത് ഭുവി ആഖ്യാനം പ്രതിപർവ സത്യതപസ യത് കീർത്തയന്തോദ്വിജ പ്രാരംഭേ പ്രണയാസ്പദ പ്രണയേ നിത്തോച്ചരന്തി സ്ഫുടം എന്ന 4-ാമത്തെ ശ്ലോകം. അത് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? യൻ നിത്യേ തവ കാമരാജമപരം മന്ത്രാക്ഷരം നിഷ്കളം ക്ലീംകാർ കാമരാജമപരം. കാമരാജ ബീജം എന്ന് പറയുന്നത് നമുക്കറിയാം, 2-ാമത്തെ ബീജാക്ഷരമാണ് ക്ലീംകാരമാണ്. ഐം, ക്ലീംസ്, ക്ലീംകാരം. ആ ക്ലീംകാരത്തില് നിഷ്കളം, കകാരവും ലകാരം മാറിയാൽ ബാക്കി എന്താ വരിക? ഈംകാരമാണ് വരുന്നത്. 3 ശബ്ദം ചേർന്നാണ് ക്ലീം. ക ള ഈം. നിഷ്കളം മാറ്റിയ
ഇത് ശീത്യസ് അതിരഹസ്യം. ഇത് പറയുന്ന എന്താണ്? വ്യാഖ്യാനം പറയുന്നതാണെന്നില്ല. അല്ലയോ കാലത്രയത്തിലും നാശത്തോടു കൂടാത്ത ചിദ്രൂപിണി ചിദ്രൂപിണി ചിദ്രൂപിണി. സത്യതാണ് ചിത്ത്, ശുദ്ധമായ ബോധം. കാമരാജം എന്ന പേരോടുകൂടിയ അന്യമായ നീന്ത്രിവടിയുടെ യാതൊരു മന്ത്രദ്വിതീയാക്ഷരം ഭവിക്കുന്നുവോ? മന്ത്രദ്വിതീയാക്ഷരം ബാലാബീജത്തിന്റെ ബാലാമന്ത്രത്തിന് രണ്ടാമത്തെ ബീജാക്ഷരം ദ്വിതീയം ബീജാക്ഷരം സംഭവിക്കുന്നുവോ? അനന്യമായ നീന്തിരുവടിയുടെ യാതൊരു മന്ത്രദ്വിതീയാക്ഷരം ഭവിക്കുന്നുവോ? ക്ലീംകാരം ഭവിക്കുന്നുവോ? മനസ്സിലായില്ല? കകാര ലകാരങ്ങളോട് കൂടാത്ത ആ കാമരാജ്യത്തിൽ ആ ബീജങ്ങളിൽ കകാരമുള്ള വാകാരം മാറ്റിയാൽ ഈ എന്നതിന് സരസ്വതി പ്രസാദകരമെന്ന് ഭൂമിയിൽ ബോധശൂന്യനായ ഒരുത്തൻ അറിയുന്നുവോ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരു ബോധം ഉണ്ടാവില്ല. പക്ഷെ ഇതിലുപാസിച്ചാൽ, ഉദാഹരണം ഞാൻ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാവും, കാളിദാസൻ ഒരു ബോധവുമില്ല, ഉജ്ജയിലെ കാളീക്ഷത ഉപാസിച്ചു. കാളിയുടെ ബീജാക്ഷര ക്ലീംകാരമാണ്. അവള് കലാധിപത്യായ പ്രസക്തിയുള്ള സാഹിത്യങ്ങൾ രചിച്ച സാഹിത്യകാരനായിട്ട് പണ്ഡിതനായിട്ട് മാറി. കഥ നമുക്കറിയാം, കാളിദാസന്റെ കഥ പണ്ട് പല പ്രാവശ്യം പറഞ്ഞു. അപ്പൊ കാളിദാസൻ ഉപാസിച്ചിരുന്ന ഏത് ദേവിയാണോ ആ കാളിദാസന് പൂർവ്വചരിത്രം അറിയാലോ. ഒരു മരക്കൊമ്പത്തിൽ ആ മരത്തിന്റെ കടയ്ക്കൽ വെട്ടിയ അതിബുദ്ധിമാൻ താഴത്ത് വീഴുന്ന അറിയാതെ താനിരിക്കുന്ന കൊമ്പ് വെട്ടി മുറിച്ചാൽ അത് വീഴുന്ന അത് താഴെ വീണ് തനിക്ക് അപകടം ബോധമില്ലാത്ത അത്രയും ബോധശൂന്യനായ ഒരു മനുഷ്യനാണ് വിധി നിശ്ചയം കൊണ്ട് പോയിട്ട് ഉജ്ജയിനിയിലെ കാളീക്ഷേത്രത്തിൽ അടച്ചിരുന്ന് ദേവി പ്രസാദിപ്പിച്ചത്. സ്വാഭാവിക രാജകുമാരി, പത്നി രാജകുമാരിയെ മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടോ ദേവി ഉപാസിക്കാൻ പറഞ്ഞു വിട്ടതാണ്. പോയിട്ട് നിങ്ങൾ വരും, നന്നായിട്ട് വരും, ഇപ്പോൾ എനിക്ക് പറ്റില്ല, പണ്ഡിതനായി തിരിച്ചു വരും ഇറക്കി വിട്ടു. ആ കാളീക്ഷേത്രത്തെ കാളി ഉപാസിക്കാനുള്ള മന്ത്രം ഈ ക്ലീംകാരമാണ് ഉപദേശം കൊടുത്തിട്ടുണ്ടാവണം. കാരണം കഥയിൽ അങ്ങനെ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവണം, നാം ഊഹിക്കണം. കാരണം പണ്ഡിതയാണ് രാജകുമാരൻ, വെറുതെ ഇറക്കിവില്ല. കാരണം വിധിവശാലാണെങ്കിൽ പോലും തൻ്റെ ഭർത്താവായവർ ഒഴിവാക്കില്ലാണ് ആ കാലഘട്ടത്തിൽ. പാതിവൃത്യമുള്ള ഭാരതീയ സ്ത്രീ ഒരിക്കൽ അത് ഒഴിവാക്കില്ല. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു കൊടുത്തനുസരിച്ച് മഹർഷി ക്ലീംകാരൻ ഉപാസിച്ചു. അതിലേതാണ് കാളിദാസൻ സരസ്വതി പ്രസാദമായത്? കാരങ്ങൾ ഒഴിവാക്കിയ ഈംകാരമാണ്. വാത്മീകി രാമനെ ഉപാസിക്കാൻ വേണ്ടി പോയ സമയത്ത് ബോധശൂന്യനായതുകൊണ്ട് ആ കഥ അർത്ഥമൊന്നുമില്ല. കാരണം മലയാളത്തിൽ പറഞ്ഞ കഥയായതുകൊണ്ട് ആ അർത്ഥമൊന്നുമില്ല. മരാ എന്ന് പറഞ്ഞു, രാമ എന്ന് തോന്നുന്നു. അപ്പൊ രണ്ട് വാക്കുകൾ ചേർത്താൽ അത് കൃത്യമായിട്ട് ബീജാക്ഷരമായി മാറും. അതുപോലെ ഈംകാരം നേരിട്ട് ഉപദേശം കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് ക്ലീം എന്ന് പറഞ്ഞു കൊടുത്തു. ആ ക്ലീംകാരത്തെ ബോധപൂർവ്വം ശ്രദ്ധിച്ച സമയത്ത് അതിൽ ഈംകാരത്തിന് പ്രാധാന്യം കൊടുത്ത് ലഭിച്ച സമയത്ത് 3 കൊടുത്തുകൊണ്ട് അദ്ദേഹം പണ്ഡിതനായി എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത ആ ശ്ലോകത്തിൽ ബാലാംശ ശ്ലോകത്തിൽ പറയുന്നു, കറുത്ത മാമുതോറും സത്യതപസ് എന്ന ഋഷിയുടെ ചരിത്രത്തെ കീർത്തിക്കുന്നവരായ ബ്രാഹ്മണർ, സത്യതപസ്സിന്റെ തപസ്സിനെ പറ്റി കീർത്തിക്കുന്ന ബ്രാഹ്മണർ പ്രണവത്തിൽ അധിഷ്ഠാനത്തെ അപേക്ഷിക്കുന്ന ആരംഭത്തിങ്കൽ കാരണം അവര് പ്രണവത്തിലാണ് ബ്രാഹ്മണൻ പ്രാധാന്യം. ബ്രഹ്മശബ്ദത്തിന് പ്രണവമാണ് ബ്രഹ്മത്തിന് ശബ്ദം. ബ്രഹ്മർഷി എന്നാണ് പറയുന്നത്. ബ്രാഹ്മണർ സാധാരണ ഉപാസിക്കുന്നത് പ്രണവത്തെയാണ്. അവർ കകാര ലകാരങ്ങളോട് കൂടാത്ത ഈ മെന്നാക്കി നയിച്ചിട്ട് ഉച്ചത്തിൽ ഉച്ചരിക്കും. എന്നുവെച്ചാൽ പ്രണവം ബ്രഹ്മർഷി ദൈവികായത്തിന് പരമാത്മാതയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ബീജാക്ഷരമാണ്. സൃഷ്ടിക്രമത്തിൽ സ്ഫോടനം ഉണ്ടായ സമയത്ത് അതിന്റെ ആ ശബ്ദത്തെയാണ് പ്രണവം എന്ന് പറയുന്നത്. സൃഷ്ടിയുടെ ആരംഭമാണ്. ഇവിടെ ഈംകാരം ലയത്തിന്റെ മന്ത്രമാണ്. അപ്പൊ ശിവനിക്ക് ലയിക്കാൻ
സായുജ്ഞാനം കൊണ്ട് നേരത്തെ സായുജ്യ പദവിക്ക് വേണ്ടിയിട്ട് യോജിക്കാൻ വേണ്ടി, ശിവനായിട്ട് ലയിക്കാൻ വേണ്ടിയിട്ട് ഹരമഹിഷിയെ ഈ രൂപത്തിൽ ധ്യാനിക്കുകയും ജപിക്കുകയും. ഇപ്പം ആരും ജപിക്കേണ്ട, അത് ഉഗ്രമായൊരു മന്ത്രമാണ്. നിങ്ങൾ പഞ്ചദശാക്ഷരി മന്ത്രം ജപിക്കുന്ന ഇത് അടങ്ങിയിരിക്കുന്നു. പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെയും ബാലാമന്ത്രത്തിന്റെയും പ്രധാന ഭാഗം ഇതാണ്. പക്ഷെ അത് മാത്രം ഉപദേശം കൊടുക്കാൻ പാടില്ല. ഞാൻ ആ ശബ്ദം പ്രസിദ്ധമാണെങ്കിലും അത് മാത്രം ജപിക്കാൻ പാടില്ല, ഉപദേശം കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുള്ളത് കൊണ്ട് നിങ്ങൾ അത് മാത്രം ജപിക്കേണ്ട. അങ്ങനെ ജപിക്കേണ്ട, അതിൻ്റെ കൂടെ ജപിച്ചാൽ മതി. നല്ലതാണ് എന്ന് വെച്ച് കഴിച്ചാൽ എന്തുണ്ടാവുമെന്നറിയോ? നല്ലതാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ പറ്റിയെന്ന് വരില്ല, നമ്മുടെ സാധനാ ശരീരത്തിന് പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ആ പദവിയിൽ എത്തുന്നത് വരെ, ആ ദഹിക്കുന്നത് വരെ ഇങ്ങനെ പഞ്ചദശാക്ഷരിയായിട്ട് ജപിച്ചാൽ മതി. അതുകൊണ്ടാണ് ബാലാമന്ത്രം ജപിച്ചാൽ അത് ശ്രീവിദ്യയാണ്. ശ്രീവിദ്യ എന്ന് പറയാൻ കാരണം എന്താണോ സിദ്ധിക്കേണ്ടത് ആ സിദ്ധിക്കാനുള്ള ബീജാക്ഷരത്തിനുണ്ട്. ബാലയിലുണ്ട്, പഞ്ചദശാക്ഷരിയുണ്ട്. പിന്നെയും മന്ത്രങ്ങൾ ധാരാളമുണ്ട്. മുമ്പോട്ട് പോകുന്തോറും ഉപരിയായ മന്ത്രങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോണ്ട. അത് പലതും കൊടുക്കാനും പാടില്ല എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഈ സൗന്ദര്യയുടെ മുഴുവൻ സത്ത അടങ്ങിയിരിക്കുന്ന ശ്ലോകമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതിന് സാധാരണക്കാരെ സമീപിക്കുക തെറ്റായ ഉദ്ദേശത്തിൽ, തെറ്റായ അർത്ഥത്തിലുമാണ്. തൻ്റെ ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടിയിട്ട്, സ്വാർത്ഥമായ കാര്യലാഭത്തിന് വേണ്ടിയിട്ട്, വളരെ നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന മന്ത്രമാണ്, ശ്ലോകമാണ് ഈ ശ്ലോകം എന്ന് മാത്രം പറയും. അതിന് വളരെ ശ്രദ്ധിച്ച് സമീപിക്കേണ്ടതാണ്. ശ്രീവിദ്യ ശ്രദ്ധിച്ച് സമീപിക്കണം ഞാൻ അങ്ങ് പറയും. കേട്ടല്ലോ? ഈ വ്യാഖ്യാനം കൃത്യമായിട്ട് വേണം. വിശദമായ വ്യാഖ്യാനം എല്ലാ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും പറഞ്ഞു. അപ്പം നമ്മൾ സാധാരണ ഒരു വ്യാഖ്യാനം പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ വ്യാഖ്യാനം വായിക്കാം. അതുപോലെ പിന്നാണ്ടസ്ഥമായ കുളപഥത്തിൽ, കുളപഥം മൂലാധം സഹസ്രാരം വരെയുള്ള മാർഗത്തെയാണ് കുളപഥം എന്ന് പറയുന്നത്. യഥാർത്ഥ കൗളാചാരം അവിടെ നടക്കുന്ന കൗളാചാരം, ബാഹ്യമായ ആചാരമല്ല കൗളാചാരം. മൂലാധം സഹസ്രാരം വരെയുള്ള കുളപഥത്തിലുള്ള യാത്രയാണ് കുളാചാരം എന്ന് പറയുന്നത്. അതിൽ 7 ആധാരപത്മങ്ങളിൽ സഹസ്രാരപത്മ കേന്ദ്രമായ ബിന്ദു ദേവിയുടെ മുഖമായും സൂര്യചന്ദ്രമണ്ഡലങ്ങൾ 9-ാം ശ്ലോകം നോക്കുക. അതിനെ 2 സ്ഥലങ്ങളായും മൂലാധാരം യോനിയായും, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അംഗപ്രത്യംഗം ദേവിയുടെ ചൈതന്യത്തോട് സമരസപ്പെട്ടതായും ധ്യാനിക്കുന്നതിന് പ്രപഞ്ചമാകെ വശമാകും. പ്രപഞ്ചത്തിലെ പരിവാര ശക്തികളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇപ്പൊ പ്രപഞ്ചത്തെ ജഗന്മാതാവ് സ്വാംശീകരിക്കാൻ തൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ചിന്തിക്കേണ്ട ധ്യാന രൂപമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകത്തിന്റെ ഞാൻ വായിക്കുന്ന വ്യാഖ്യാനത്തിന്റെ അവസാന ശ്ലോകത്തെ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഇതിനെങ്ങനെ ധ്യാനിക്കാം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. കേട്ടല്ലോ? അപ്പൊ അതുകൊണ്ട് ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അടുത്തത് കിരന്തീമംഗേഭ്യ കിരണനികുരുംബാമൃതരസം ഹൃദി ത്വാമധത്തെ ഹിമകര ശിലാമൂർത്തിനിവയ സസർപ്പാണം ദർപ്പം സമയതി ശകുന്താധിപ ഇവ ജരപൃഷ്ടാൻ ദൃഷ്ടാ സുഹൈതി സുധാഹാരസിജയാ. കിരന്തീമംഗേഭ്യ കിരണനികുരുംബാമൃതരസം ഹൃദി ത്വാം ആധത്തെ ഹിമകരശിലാമൂർത്തിമിവയ സസർപ്പാണം ദർപ്പം ശമയതി ശകുന്താധിപ ഇവ ജ്വരപൃഷ്ടാൻ ദൃഷ്ട്വാ സുഖയതി സുധാഭാരസിതയാ. അല്ലയോ ഈശ്വരി,
കിരണ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന അമൃതരസത്തെ സ്വശരീരത്തിൽ നിന്ന് വർഷിക്കുന്നവളായ ചന്ദ്രകാന്ത കല്ലുകൊണ്ടുണ്ടാക്കിയ പ്രതിമയെന്ന പോലെ ഏതൊരുവൻ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു, ഏതൊരു ഹൃദയം നിന്തിരുവരെ സ്മരിക്കുന്നു, ധ്യാനിക്കുന്നു, അവൻ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ എന്ന പോലെ സർപ്പങ്ങളുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുകയും ജ്വരം കൊണ്ട് ദുഃഖിക്കുന്നവരെ സുധയ്ക്ക് ആധാരഭൂതയായി സിരയോട് കൂടിയ കടാക്ഷം കൊണ്ട് സുഖിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ സാധാരണ നമ്മളെന്താ വിചാരിക്കുക, ഒരു സർപ്പ ധ്വംസനം കൊണ്ടായ രോഗത്തിന് വിഷഭയത്തിൽ ചികിത്സിക്കാൻ പറ്റും, പനി മാറാൻ പറ്റും എന്നൊക്കെ സാധാരണ ധരിക്കാൻ ഇതിന് ഉപയോഗിക്കാറുമുണ്ട്. പണ്ട് കാലത്ത് പിന്നെ സർപ്പ ചികിത്സയ്ക്ക് വേണ്ടി വിഷഹാരികൾ സാധാരണ ഉപയോഗിക്കുന്ന ശ്ലോകമാണ്. ഇതിന് ഫലമുണ്ട് കേട്ടോ, പ്രത്യക്ഷമാകുന്നുണ്ട്. കാരണം പല പഴയ വിഷഹാരികളും പാരമ്പര്യ ശ്രീവിദ്യവാസകന്മാരായിരുന്നു. അവർ നോക്കിയാൽ വിഷമിറങ്ങും. അടുത്ത കാലത്ത് മാധവജിയുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഈ പരിചയമുള്ള, ഞാൻ കേട്ടില്ല, ഒരു ബ്രാഹ്മണൻ. അദ്ദേഹത്തെ എന്താ രസം എന്ന് പറഞ്ഞാൽ, ആദ്യം നോക്കിയാൽ പറഞ്ഞാൽ വിഷം ഇറങ്ങുമായിരുന്നു പോലും. അടുത്ത കാലം ജീവിച്ചിട്ടുണ്ടാവും, എറണാകുളം ഭാഗത്തുമാരാ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു കഥയുണ്ട്. അത് ആൾക്ക് വിഷം എന്ന് പറഞ്ഞ കളിയാക്കാം. ഒരിക്കലും ബസ് കയറുന്ന സമയത്ത് ബസ്സിൽ ആരോ വിളിച്ചു പറഞ്ഞു, വിഷം കയറുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കയറട്ടെ എന്ന് പറഞ്ഞു. അയാളിന് വിഷം കയറി. ആ മനുഷ്യൻ അയാൾ പെട്ടുപോയാണ്, നശിച്ചുപോയാണ്, മരിച്ചുപോയാണ്. ഇതൊരു കഥയുണ്ട്. ഇത് അടുത്ത കാലത്ത് സംഭവിച്ചത്. അത് ചരിത്രം വളരെ അടുത്ത കാലം, ഒരു 10-40 വർഷം ഞാൻ കേട്ട കഥയാണ്. അപ്പൊ സർപ്പഹരി ഒരു കഥ ഉണ്ടായിരുന്നു. അപ്പോഴ് ശകുന്താധിപ ഇവ ഗരുഡൻ സമീപിച്ചാൽ എങ്ങനെയാണോ വിഷം നശിക്കുന്നത്, വിഷം ഇറങ്ങുന്നത്, അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ദേവിയെ ധ്യാനിച്ചാൽ ആ ഫലം ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ രസം എന്ന് വെച്ചാൽ വിഷം താഴ്ന്ന് മുകളിലേക്കാണ് കയറാം. അപ്പൊ സർപ്പം ക്ഷേറ്റാൽ സർപ്പം താഴ്ന്ന് മുകളിൽ, അതുകൊണ്ടാണ് പാമ്പ് കടിച്ചാൽ അവിടെ മുറുക്കിക്കിട്ട് ആ ഭാഗത്ത്, കാരണം മുകളിൽ കയറാതിരിക്കാം. ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ ആദ്യം അതാ ചെയ്യാറ്. കാലിനടിച്ചാൽ അവിടെ ഏതെങ്കിലും ഞരമ്പ് നോക്കിയിട്ട് അത് മുറുക്കി അവിടെ കിട്ടും. എന്നിട്ട് ആ വൈദ്യുതിയിലേക്ക് കൊണ്ടുപോകാം. ഇതിങ്ങനെ കയറും. കയറി ഏറ്റവും മുകളിൽ സഹസ്രാര പത്മം വരും. ഒരിക്കലും പാമ്പ് കഴിച്ചാൽ മരിക്കില്ല എന്നാണ്. ബ്രഹ്മരന്ധ്രത്തിൽ പോയിട്ട് ജീവൻ പൊളിക്കുന്ന മരണം സംഭവിക്കും. മരിക്കില്ല, മരണം സംഭവിക്കും. അത്രയോ അപകടമാണ് ഈ വിഷം. തിരിച്ച് അമൃതം വർഷിക്കാൻ വേണ്ട രീതിയിലാണ് അതിന് മന്ത്രം ജപിക്കുക. അമൃത ബീജമാണ് ജപിക്കുക. കേട്ടോ? ഇതേ കഴിവ് വിഷം കയറാൻ, അമൃതം ഭക്ഷിക്കാൻ കഴിവുണ്ടാകും ആർക്ക്? ദേവിയെ ഈ രീതി ആരാധിച്ചാൽ. ഇവിടെ വിഷം എന്ന് പറയുന്നത് ഭൗതിക വിഷമാണ്. ആധ്യാത്മികമായ പുരോഗതി തടസ്സമായിരിക്കുന്ന വിഷമാണ് ഇവിടെ ഭൗതിക വിഷം. ഭൗതികമാണ് മുങ്ങി കുളിക്കുക, ഒരു ബോധമില്ലാതെ. മനസ്സിലായോ? ഉത്തമാംഗം വയറെന്നു നിന്നെ കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റി സഞ്ജയ് കളിയാക്കിയത്. വയറാണ് പ്രധാന അംഗം. ഒരു മനുഷ്യന്റെ പ്രധാന അംഗം വയറല്ല, ശിരസ്സാണ്. മറ്റു വീട്ടിൽ വയറാണ്. കാരണം അവരുടെ ജീവിതം ആകെ ലക്ഷ്യം ആഹാരം കഴിക്കുക. ഒരു പട്ടിങ്ങനെ ഭ്രമിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്താ എന്നുവെച്ചാൽ ആഹാരം കിട്ടിയ സമാധാനമായി. പശു ഓടും, കുറച്ച് പുല്ലുന്ന സമാധാനം. കാരണം തല പ്രവർത്തിക്കുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. വയറും തലയും തുല്യമാണ്. മനുഷ്യൻ അങ്ങനെയല്ല. ഉത്തമാംഗം വയറല്ല. ലക്ഷ്യം വേറെയുണ്ട്. ഈശ്വരൻ തലയിലാണ് ശിരസായിരിക്കുന്നത്. അത് നേടാനാണ് മനുഷ്യൻ ലക്ഷ്യം. മനസ്സിലായല്ലോ? ഭൗതികമായ വിഷയറ്റാലോ
നശിച്ചു മനുഷ്യൻ. അങ്ങനെ സംഭവിക്കുക. ആ ഭൗതിക മനുഷ്യനേറ്റാൽ അതിൽ നിന്ന് സഹസ്രാരത്തിന് അമൃതവർഷം ഉണ്ടാവണമെങ്കിൽ ദേവി എങ്ങനെ ധ്യാനിക്കണം എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അല്ലയോ ഈശ്വരി, ഏതൊരുവൻ, അല്ലയോ ഈശ്വരി, കിരണ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന അമൃത രസത്തെ, അപ്പം ഈശ്വരി കിരണ സമൂഹത്തിലെ രശ്മികളിൽ, സൂര്യരശ്മിയിൽ ഉണ്ടാകുന്ന ചൈതന്യത്തെ സ്വശരീരത്തിൽ നിന്ന് വർഷിക്കുന്നവളായി ചന്ദ്രകാന്ത കല്ലിൽ ഉണ്ടാക്കിയ പ്രതിമ എന്ന പോലെ ആ അരുണ വർണ്ണത്തിൽ ദേവിയെ പ്രതിമാരൂപം ഉറച്ചുകൊണ്ട് മനസ്സ് ഉറച്ചിട്ടാണ് ധ്യാനിക്കണം. മനസ്സ് ഉറച്ച് ധ്യാനിച്ചാൽ ഏതൊരു ഹൃദയത്തിൽ ഇന്ദിരുവടിയെ സ്മരിക്കുന്നുവോ അവൻ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ എന്ന പോലെ ശകുന്താധിപ ഇവ എന്ന് പറയുന്നത് സർപ്പങ്ങളുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നു. ഗരുഡൻ വന്നാൽ, പണ്ട് കാലത്ത് ഈ വിഷചികിത്സക്കാര് ഗരുഡനെ ഉപാസിച്ചു. ആ ഗരുഡോപാസനയിലൂടെ അവർ അഥവാ വിഷം ഗരുഡനെ പ്രത്യക്ഷമാക്കുക വരും. അതിന് മന്ത്രമുണ്ട്. ആ മന്ത്രമാണ് ഇതിനകത്ത് അടുത്ത ഈ ശ്ലോകത്തിന്റെ യന്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന മന്ത്രം ഗരുഡന്റെ മന്ത്രമാണ്. കേട്ടല്ലോ. ഇത് 20ാമത്തെ ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്ന യന്ത്രത്തിലെ ബീജാക്ഷം എന്ന് പറഞ്ഞ ആ ഗരുഡന്റെ മന്ത്രമാണ്. ആ ജപിച്ച് ഗരുഡനെ വരുത്തും. ഗരുഡൻ ഒന്ന് അമൃതവർഷം ഉണ്ടാവും. ശിരസിന് താഴോട്ട് ഈ അമൃതവർഷം മുകളിൽ താഴോട്ട് വന്നാൽ ഈ വിഷം ഇറങ്ങി താഴോട്ട് പോകും. മൂലാധാര കുണ്ടലിനി ശക്തിയിൽ പോയിരിക്കും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ ആധ്യാത്മിക മോക്ഷത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഭൗതികമായ ആഗ്രഹത്തിന് മോചനം ഉണ്ടായിട്ട് താത്കാലികമായ മോഹങ്ങൾ മാറിയിട്ട് ഭൗതികം മാറിയിട്ട് ആധ്യാത്മികമായ അനുഗ്രഹം അമൃതരസം ഉണ്ടാവാൻ ദേവി ഇങ്ങനെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. അല്ലെ ഈശ്വരി. അപ്പൊ ഇങ്ങനെ കിരണ സമൂഹത്തിൽ നിന്ന് വരുന്ന ദേവി, ആ ദേവിയാണ് പ്രാർത്ഥിച്ച ഏതൊരു ഹൃദയത്തിൽ ചിന്തിക്കുന്നവരെ സ്മരിക്കുന്നു അവൻ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ എന്ന പോലെ സർപ്പങ്ങളെ പക്ഷിശ്രേഷ്ഠ അഹങ്കാരം നശിപ്പിക്കുന്നു, സർപ്പങ്ങളുടെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജ്വരം. എങ്ങനെയാ പനി വരുന്നത്? ജ്വലിച്ച പനി വരുന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ അഗ്നി വയറിൽ, ജഡരാഗ്നിയുടെ വയറിൽ. പനിയുടെ സ്വഭാവം എന്താ അറിയോ? പനിയുടെ സ്വഭാവം ശ്രദ്ധിച്ചാൽ അറിയാം. ശരീരം മുഴുവൻ ചൂടുണ്ടാവും, വയറ് തണുത്തിരിക്കും. പനി ഞങ്ങളുടെ മുകളിലേക്ക് പോയി, അതാ പ്രശ്നം. അപ്പൊ പനി എന്ന് പറഞ്ഞ സാധനം ശ്രദ്ധിച്ചാൽ അറിയാം, വയറ് സ്തംഭിക്കും. കാരണം ദഹനശേഷി കുറയും. അതുകൊണ്ട് പനിക്കുമ്പോൾ കട്ടിയാവുന്ന കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ ദഹനരസം ഉണ്ടാവില്ല, വൈശ്വാനരാഗ്നി ഉണ്ടാവില്ല. വയറിലഗ്നിയുടെ പേര് വൈശ്വാനരാഗ്നി എന്നാണ്. ദഹനം ഉണ്ടാകാൻ ആയുർവേദം വരുന്ന പേര് വൈശ്വാന്റെ ചൂർണം എന്നാണ്. കാരണം വയറിലഗ്നിയെ വർദ്ധിക്കുക. അപ്പൊ അത് ആണ് പനി. താഴെ നിന്നത് മുകളിലേക്ക് പോകും. വയറിൽ ഒതുങ്ങി നിൽക്കുന്ന മുകളിലേക്ക് പോകും. ഭൗതിക അതാണ്. തൻ്റെ താഴെ നിലയിലുള്ള സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിക്കുന്നു, നശിപ്പിക്കാൻ ഈ രീതിയിൽ ദേവിയെ ധ്യാനിച്ചെന്നുള്ളത്. അതെങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്ന് ബാലവിംശയിൽ പണ്ട് നമ്മൾ ശ്ലോകിച്ചു പഠിച്ചിട്ടു. അത് വിളിച്ചു കേട്ടല്ലോ. നമ്മൾ പഠിച്ച ബഹുരസമാണ്. ഏ സിന്ദൂരപരാഗപുഞ്ചവിഹിതാം ത്വത്തേജസാദ്യാമിമാം പൂർവീഞ്ചാപി വിലീനയാവകര പ്രസ്താരമഗ്നാമിവ പശ്യന്തി ക്ഷണമപ്യനന്യ മനസാ സ്തേഷാമനംഗജ്വര കാന്താസ്തത്ര പുരം ദിശു പശ്യാഭവന്തി ധ്രുവം. അല്ലയോ ഭാരതി, യാവച്ചിലവർ ഏകാഗ്രചിത്തരായിട്ട് ഇന്ദിരയുടെ കാന്തി കൊണ്ട് ഈ ആകാശത്തെ സിന്ദൂരപ്പൊടിക്കൂട്ടത്താൽ മറയ്ക്കപ്പെട്ടതുപോലെയും ഭൂമിയെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അരക്ക് വെള്ളത്തിൽ, ഈ അരക്ക് വെച്ച് കോലരക്ക, മനസ്സിലായല്ലോ, ഒരു മരുന്നാണ് കോലരക്ക. ഈ കോലരക്ക് നല്ല ചുവന്ന നിറമാണ്. ആ നിറത്തെ അത് ആ സൂര്യരശ്മിയുടെ സൂര്യരശ്മിയുടെ നിറവും അതിൻ്റെ.
അങ്ങനെ ലയിച്ചിരിക്കുന്ന ആ രൂപത്തിൽ ദേവിയെ ധ്യാനിച്ചാൽ മനസ്സിലായല്ലോ, ഇന്നുണ്ടാവും പ്രവാഹത്തിൽ മുങ്ങിയതുപോലെയും അല്പകാലമെങ്കിലും ധ്യാന ധ്യാന ദൃഷ്ടി കൊണ്ട് കാണുന്നുവോ അവർക്ക് സൗന്ദര്യവതികളായ സ്ത്രീകൾ കാമജ്വരം കൊണ്ട് താഴ്ന്നവരായിട്ട് പക്ഷേ ഭൗതികതയിൽ പറഞ്ഞിരിക്കുന്നു. ഇതൊന്നും അല്ല പറഞ്ഞത്, കേട്ടല്ലോ. പറഞ്ഞത് ഇങ്ങനെയൊക്കെയാ. പക്ഷെ നാം എന്ത് മനസ്സിലാക്കണം എന്നാണ് പ്രശ്നം. നാം മനസ്സിലാക്കേണ്ടതാണ് ചുവന്ന നിറത്തിൽ ഭൂമിയും പ്രപഞ്ചവും മുഴുവൻ ലയിച്ചിരിക്കുന്ന രീതിയിൽ ആ ജഗദമ്പെ ധ്യാനിക്കും. അപ്പോ ദൃഢമായ രീതിയിൽ പ്രതിമ പോലെ ധ്യാനിച്ചാൽ നമ്മുടെ ആധ്യാത്മികമായ വികാസം ഉണ്ടാകും, സായുജ്യപതിയെ പ്രാപിക്കാം എന്നാണ് പറഞ്ഞു നടക്കുന്നത്. മൂലാധാരത്തെ ധനുർബാണ വരാഭയങ്ങളോട് പറഞ്ഞൊരു കാര്യങ്ങൾ കേട്ടത്. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇതിന് ഭൗതികമായ അർത്ഥത്തിലോ പല വ്യാഖ്യാനം പറഞ്ഞ രീതിയിലോ അല്ല നാം ഇതൊന്നും മനസ്സിലാക്കേണ്ടത്. സൗന്ദര്യലഹരിയുടെ പല തന്ത്രത്തിൽ പല കാര്യങ്ങളും ഗൂഢമായിട്ടാണ് പറയുക, മറ്റൊന്ന് രീതിയിൽ പറയുക. വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം, അല്ല വേണമെങ്കിൽ നേരെ മനസ്സിലാക്കാം. നമ്മുടെ ബോധതലത്തിന്റെ വികാസം അനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത്രയും മഹത്തരമായ ഈ ഗ്രന്ഥത്തെ നമുക്ക് സമീപിക്കാൻ കഴിഞ്ഞതിന് വളരെ ഭാഗ്യമാണ്, ചിന്തിക്കാൻ കഴിഞ്ഞ ഭാഗ്യമാണ്. കൂടുതൽ സ്വയം നേടിയെടുക്കാം. ഞാൻ പറഞ്ഞതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് കൃത്യമായ ബോധമുണ്ട്. ഗുരു കൃപയാൽ ഒരു ടോർച്ചിൽ ലൈറ്റ് ആവാൻ എനിക്ക് പറ്റാത്തേ ഉള്ളൂ. അതുകൊണ്ട് ബാറ്ററി പോരാ, സ്വയം ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഡൈനമായിട്ട് മാറും. ഇതാണ് വേണ്ടത്. ഒരു ഊർജ സ്രോതസ്സൊക്കെ മാറണം. ഇത് കേവലം ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം മാത്രമേ. ഒരു പവർ ഹൗസിന് വെളിച്ചം ഓരോരുത്തരും മാറാൻ കഴിയും എന്ന് സൂചിപ്പിക്കുന്നു. അത്രയും ഈ സ്രോതസ്സിന് ഉള്ളിൽ ആന്തരാർത്ഥമുണ്ട്. ആ രീതിയിൽ ചിന്തിക്കണം, ആ രീതിയിൽ കാണണം. നാം ചോദിച്ച് അവസാനിപ്പിക്കാം. വാമദേവ ഋഷി പങ്കിച്ചത് സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. വാമദേവ ഋഷി പങ്കിച്ചത് സദാശിവരുദ്രോ ദേവത. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും നിവർന്നിരിക്കുക. ഈ അധ്യയനം നമുക്ക് നമ്മുടെ കുടുംബത്തിനും മുഴുവൻ ഹിന്ദു സമൂഹത്തിനും ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.